രാമായ നമഃ. ഓം ശ്രീ ആഞ്ജനേയായ നമഃ. നമസ്കാരം. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് ഭാരതത്തിൽ ഏറ്റവും ആരാധിക്കപ്പെടുന്ന വാനരപ്രമുഖനായ ദൈവമാണ് ഹനുമാൻ. ധീരത, സ്ഥിരോത്സാഹം, ശക്തി, അർപ്പണബോധം, സേവന ചാതുര്യം എന്നീ ഗുണങ്ങളാൽ ഹനുമാൻ നിസ്വാർത്ഥതയുടെയും വിശ്വസ്തതയുടെയും കറതീർന്ന പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. ഹനുമാനെ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വഴി ധൈര്യം, സന്മനസ്, സേവിക്കാനുള്ള മനസ്സ്, സ്വാർത്ഥതയില്ലായ്മ, പരീക്ഷണങ്ങളിൽ വിജയം, ശത്രുജയം, ശക്തി എന്നിവ ഉണ്ടാകുന്നു. രാമായണത്തിലെ കേന്ദ്ര കഥാപാത്രവും ഭഗവാൻ ശ്രീരാമൻ്റെ തീവ്രഭക്തനും ഭഗവാൻ ശ്രീരാമനും സീതാദേവിക്കും വളരെ പ്രിയപ്പെട്ടവനുമാണ് ഹനുമാൻ. രാമായണം, മഹാഭാരതം, വേദങ്ങൾ, ഉപനിഷത്ത് തുടങ്ങിയ എല്ലാ പ്രധാന പുരാണ ഗ്രന്ഥങ്ങളിലും ഹനുമാന്റെ വീര്യം, സാഹസികത, ശക്തി, കഴിവ്, ഭഗവാൻ ശ്രീരാമനോടുള്ള കറതീർന്ന ഭക്തി ഇവയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. തൻ്റെ ഗുരുവും ഭഗവാനുമായ ശ്രീരാമനോടുള്ള പരമമായ ഭക്തി, വിനയം, സ്നേഹം, സേവന താൽപ്പര്യം, അങ്ങനെ എല്ലാ സദ്ഗുണങ്ങളുടെയും കേന്ദ്രമാണ് ഹനുമാൻ. വായുദേവന്റെ പുത്രനും ശ്രീരാമന്റെ പ്രിയഭക്തനും വാനരന്മാരുടെ അധിപനും ഏറ്റവും പുണ്യം നിറഞ്ഞവനും സർവജ്ഞനും തിന്മകളെ ദഹിപ്പിക്കുന്ന അഗ്നിയുമായ സ്വർണ്ണ നിറമാർന്ന പർവ്വതം പോലെ വിളങ്ങുന്നവൻ ഹനുമാൻ. പ്രപഞ്ചത്തിൻ്റെ അധിപനായ ഭഗവാൻ വിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമൻ, പ്രപഞ്ചത്തിൻ്റെ അധിപൻ അനന്തശേഷൻ ഭഗവാൻ ലക്ഷ്മണനും. ഈ രണ്ട് ഭഗവത് ശക്തികളെയും തൻ്റെ ചുമലിലേറ്റിയവനാണ് ഹനുമാൻ. അനന്തമായ ശക്തിയും സാധ്യതയുമുള്ള ഒരു ശക്തിക്ക് മാത്രമേ അത് സാധിക്കൂ. രാമനാമത്താൽ ശക്തി നേടി അജയ്യനായ ശ്രീ ഹനുമാൻ അവിശ്വസനീയമായ വർണ്ണിക്കാനാവാത്ത ശക്തിയാണ്. തൻ്റെ വിധേയത്വവും അതിഭക്തിയും കൊണ്ട് ഭഗവാൻ ശ്രീരാമനും സീതാദേവിക്കും പുത്രനെ പോലെയായി മാറിയവൻ. വാൽമീകി രാമായണത്തിൽ ഹനുമാൻ വായുപുത്രനാണെങ്കിൽ മഹാഭാരതത്തിൽ ഹനുമാൻ ശിവന്റെ അംശാവതാരമാണ്. യത്ര യത്ര രഘുനാമ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. എവിടെയെല്ലാം ശ്രീ രഘുനാഥ കീർത്തനം പാടുന്നുവോ അവിടെയെല്ലാം കൈകൾ കൂപ്പി ആനന്ദാശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് നമ്രശീർഷനായി ശ്രീരാമഭക്തനും രാക്ഷസാന്തകനുമായ ശ്രീ ഹനുമാൻ പ്രത്യക്ഷപ്പെടും. ശ്രീരാമനേക്കാൾ വലിയ ദൈവമില്ലെന്നും ആഞ്ജനേയനേക്കാൾ വലിയ ഭക്തനില്ലെന്നും രാമനാമത്തേക്കാൾ വലിയ നാമമില്ലെന്നും പറയപ്പെടുന്നു. നമ്മുടെ എല്ലാ വിഷമതകളിലും മനമറിഞ്ഞ് രാമനാമം ചൊല്ലി ശ്രീ ഹനുമാനെ വിളിച്ചാൽ ഓടിയെത്തി സഹായിക്കുമെന്നാണ് വിശ്വാസം. അന്നേ ദിവസം പ്രഭാതത്തിൽ സ്നാനം കഴിച്ച് ദീപം തെളിയിച്ച് രാമനാമം ചൊല്ലി ഹനുമാൻ ചാലീസ, ഹനുമത് സ്തോത്രം എന്നിവ ചൊല്ലുന്നത് ഹനുമാന്റെ അനുഗ്രഹവും ഉണ്ടാവാൻ വളരെയധികം സഹായിക്കും. വ്രതമെടുത്ത് ഭഗവാൻ ശ്രീരാമനും സീതാദേവിക്കും ഹനുമാനും നിവേദ്യങ്ങൾ സമർപ്പിച്ച് പൂജിക്കുക. എല്ലാ വിഷമങ്ങളും മാറിക്കിട്ടും. അതുലിത ബലധാമം ഹേമശൈലാഭദേഹം ധനുജവനകൃശാനും ജ്ഞാനിനാമഗ്രഗണ്യം സകലഗുണനിധാനം വാനരാണാമധീശം രഘുപതി പ്രിയഭക്തം വാദാത്മജം നമാമി. അതുല്യ ശക്തിപ്രഭാവനും സുവർണ മഹാമേരു സദൃശമായ സുന്ദരമായ സുദൃഢമായ ദേഹത്തോടു കൂടിയവനുമാകുന്ന രാക്ഷസകുലത്തിന് കാട്ടുതീയാകുന്നവനും സർവഗുണസമ്പന്നനും ജ്ഞാനികളിൽ അഗ്രഗണ്യനും ശ്രീരാമന്റെ പ്രിയഭക്തനും വായുപുത്രനും വാനരകുല നായകനുമായ ശ്രീ ഹനുമാനെ ഞാൻ നമിക്കുന്നു. 7 ചിരഞ്ജീവികളിൽ ഒരാളാണ് ഹനുമാൻ. 9 വ്യാകരണങ്ങളെ അറിയാവുന്ന ഏക പണ്ഡിതനും ഹനുമാൻ തന്നെയാണ്.
സൂര്യദേവനിൽ നിന്ന് ശാസ്ത്രങ്ങൾ പഠിച്ച് അവൻ സർവജ്ഞാനികളിൽ ഏറ്റവും ജ്ഞാനിയും ശക്തരിൽ ശക്തനും ധീരന്മാരിൽ ഏറ്റവും ധീരനുമാണ്. ഹനുമാനെ ധ്യാനിക്കുകയും അവൻ്റെ നാമം ആവർത്തിക്കുകയും ചെയ്യുന്നവൻ ശക്തിയും ബുദ്ധിയും മഹത്വവും സമൃദ്ധിയും ജീവിത വിജയവും കൈവരിക്കുന്നു. തനിക്ക് ഇഷ്ടമുള്ള ഏതു രൂപവും സ്വീകരിക്കാൻ ഹനുമാന് കഴിയുമായിരുന്നു. ഹനുമാൻ എവിടെയാണോ അവിടെ ശ്രീരാമനും സീതാദേവിയുമുണ്ട്. എവിടെ ശ്രീരാമനെയും സീതാദേവിയും സ്തുതിക്കുന്നുവോ അവിടെ ഹനുമാനുമുണ്ട്. ഹനുമാൻ ഒരു ചിരഞ്ജീവിയാണ്. അവൻ എല്ലായിടത്തുമുണ്ട്. കണ്ണും ഭക്തിയുമുള്ളവൻ അവനെ നോക്കി അനുഗ്രഹം നേടുന്നു. ലോകനായകന്മാരിൽ ഒന്നാം സ്ഥാനത്താണ് ഹനുമാൻ. ഹനുമാന്റെ വീരകൃത്യങ്ങളും അത്ഭുതകരമായ നേട്ടങ്ങളും ശക്തിയും ധീരതയും ഒരിക്കലും വിവരിക്കാനാവില്ല. അദ്ദേഹത്തിൻ്റെ കർത്തവ്യബോധം അങ്ങേയറ്റം പ്രശംസനീയമായിരുന്നു. ഹനുമാനെപ്പോലെ ഒരു വീരനായകനെ ലോകം ഇതുവരെ കണ്ടിട്ടില്ല, ഭാവിയിൽ കാണുകയുമില്ല. എല്ലാ തിന്മകൾക്കും എതിരെ വിജയം നേടാനും തൻ്റെ എല്ലാ ഭക്തർക്കും സംരക്ഷണം നൽകാനുമുള്ള കഴിവ് ഹനുമാനുണ്ട്. പരമശിവന്റെ അംശാവതാരവും ശ്രീരാമന്റെ ഭക്തനുമായ ഹനുമാന്റെ ജനനത്തെ അനുസ്മരിപ്പിക്കുന്നതിനാണ് ഹനുമാൻ ജയന്തി ആഘോഷിക്കുന്നത്. ധൈര്യത്തിനും ആത്മവിശ്വാസത്തിനും ദുഃഖത്തിൽ നിന്നുമുള്ള മോചനത്തിനും ദുരാത്മാക്കളിൽ നിന്നും ദൗർഭാഗ്യങ്ങളിൽ നിന്നുമുള്ള സംരക്ഷണത്തിനും ആളുകൾ ഹനുമാനോട് പ്രാർത്ഥിക്കുന്നു. ഹനുമാൻ ദുഷ്ടശക്തികൾക്ക് ഭയങ്കരനാണ്. അവൻ്റെ തീവ്രമായ പരിശുദ്ധിയും ഭക്തിയും കാരണം അവൻ്റെ സമീപത്തു പോലും ആരും വരാൻ ധൈര്യപ്പെടുകയില്ല. ഹനുമാൻ പല പേരുകളിൽ അറിയപ്പെടുന്നു. പ്രസന്നനായിരിക്കുമ്പോൾ പ്രസന്നാഞ്ജനേയനെന്നും, ഉഗ്രഭാവത്തിലിരിക്കുമ്പോൾ വീരാഞ്ജനേയനെന്നും, ധ്യാനാവസ്ഥയിലിരിക്കുമ്പോൾ ധ്യാനാഞ്ജനേയനെന്നും, ഭക്തിയിൽ ലയിക്കുമ്പോൾ ഭക്താഞ്ജനേയനെന്നും വിളിക്കുന്നു. കേസരി നന്ദനൻ, രാമദൂതൻ, പരാക്രമം കൊണ്ട് ബലധാമനെന്നും, ശുദ്ധമായ ഗുണങ്ങൾ കൊണ്ട് ജ്ഞാനഗുണസാഗരനെന്നും, ശക്തിയും ഭക്തിയും കൊണ്ട് ബജ്രംഗ് ബലി എന്നും അറിയപ്പെടുന്നു. ക്ഷിപ്രപ്രസാദിയും സംരക്ഷകനുമായ ഹനുമാൻ എല്ലായിടത്തും ആരാധിക്കപ്പെടുന്നു. അവനെ ആരാധിക്കുന്നിടത്ത് ശ്രീരാമൻ്റെയും സീതാദേവിയുടെയും സാമീപ്യമുണ്ടാകും. ഹനുമാനെ ആരാധിക്കുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവിധ സംരക്ഷണവും സൗഖ്യവും ഉണ്ടാകുന്നു. എല്ലാവർക്കും ശ്രീ ആഞ്ജനേയൻ്റെ അനുഗ്രഹമുണ്ടാവാൻ പ്രാർത്ഥിക്കുന്നു.